Audience. ഇല്ലേണ്ടി ഞാനേ ഇന്ന് ടൗണിൽ നിന്നപ്പോഴേ ക്ലീറ്റസങ്ങളും വേറെ ആരൊക്കെ കൂടി കാറിൽ പോകുന്നു. വേറെ ആരും അല്ലടാ, അത് ഏട്ടനും അമ്മയും വരുന്നു. അമ്മമ്മനെ കൊണ്ടാക്കാൻ പോയാ? അമ്മേനെ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കാൻ പോയതാ. എന്തു പറ്റി? അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചരിച്ചിലും ഛർദിലും. ഛർദല്ല? ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കണ്ടപ്പോ അമ്മമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. രാവിലെ തന്നെ ചെറിയൊരു ഉന്മേഷക്കുറവ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ട് ഒരു ഒറ്റ ഇഡ്ഡലിയാ കഴിച്ചത്. അപ്പൊ ഏട്ടൻ ചോദിച്ചപ്പോഴല്ലേ പറയണത് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. ആരോടും മിണ്ടാതിരിക്കായിരുന്നു. അവിടെ എങ്ങാണ്ട് ഒരു ശശിന്ന് ഏതോ പറഞ്ഞിട്ടൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാ. അയാൾ എല്ലാ ബുധനാഴ്ച ഇരിക്കുമെന്ന്. അപ്പൊ അയാളെ കാണിക്കാൻ വേണ്ടിട്ട് ഏട്ടൻ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാ. നീ വല്ലതും കഴിച്ചാ? ഞാൻ കഴിച്ചു. എന്താ ചേച്ചി? ഞാൻ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ട് കൂടി നടന്നപ്പോ നല്ല പൂരിയുടെ മസാലിന്റെ മണം. ഫസ്റ്റ് ഇവിടെ നല്ല സൂപ്പർ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൂരി എങ്ങനെ ഉണ്ടായിരുന്നു? പൂരി ഞാൻ കഴിച്ചില്ലല്ലോ. നീയല്ലേ പറഞ്ഞത് മണം പിടിച്ചെന്നു? അല്ല, ഞാൻ മണം പിടിച്ചു എന്നല്ലേ പറഞ്ഞു, കഴിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ മണത്തോണ്ട് നിൽക്കുമ്പോൾ അടുത്ത് നല്ല ചൂട് കടലക്കറിയുടെ മണം. അപ്പൊ ആ മണം പിടിച്ച ഹോട്ടലിനകത്ത് കയറിയപ്പോ ഒരാൾ പുട്ടും കടലക്കറിന്ന് ഞമ്മിരുന്ന് കഴിക്കുന്നു. അപ്പൊ കൊതി അതിലോട്ട് പോയി. അപ്പൊ അതും കഴിച്ചിട്ട് വന്നത്. നല്ല പുട്ടും കടലൊക്കെ തിന്നിട്ട് വേണ്ട അവൻ എന്നെ കൊതിപ്പിക്കുന്നു. അയ്യോ, ലോകോത്തര സാമ്പാർ ഇഡ്ഡലിയും കഴിച്ചിട്ട് നിൽക്കില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ. മാറങ്ങോട്ട് ഡാൻസ് കളിക്കാൻ. അമ്മയ്ക്ക് എന്നാലും എന്ത് പറ്റിയെന്തോ. ഇനി വയറും തയ്ക്കാത്ത പോലെ വാരി വലിച്ച് കഴിച്ചു കാണും. പിന്നെ അമ്മ ഇവിടെ വാരി വലിച്ച് കഴിക്കുന്നത് അതിന് ഇച്ചിരി കോളം മതി. അല്ലെങ്കിൽ തന്നെ അമ്മ എന്ത് കഴിച്ചാലും അമ്മയ്ക്ക് അങ്ങനെ വയറിന് അസുഖമൊന്നും വരുന്നതല്ല. കല്ലിടിച്ച് പിടിച്ചു കൊടുത്താലും അമ്മയ്ക്ക് ദഹിക്കും. കല്ലെല്ലാം ഇടിച്ചു പിടിച്ച് കൊടുത്തു. അല്ല, കല്ല് കഴിച്ചാലും ദഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൂടുതലുണ്ടാണ്. അവലെ ദിവസം പോലെ കല്ല് പിടിച്ച് കൊടുത്തു. അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മയ്ക്ക് 10-73 വയസ്സുണ്ട്. 73 എന്ന് പറയുമ്പോൾ 73 × 73 146. 4 1 5 6 5 11 111. 111 30 കുറയ്ക്കുമ്പോൾ എത്ര വരും? 81. 81 8 89. 89 വയസ്സുണ്ട് അമ്മയ്ക്ക്. അതെന്ത് കണക്കത്? ഇത് ആയുർവേദ കണക്കത്. ഞാൻ പഠിച്ചിട്ടുള്ളേ പഞ്ചാംഗത്തിൽ നോക്കി. ഓരോന്നിരുന്ന് അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുക. അവൻ ആരാന്നറിഞ്ഞില്ല. എവിടെ പോകുന്നു? കഴിക്കാൻ വല്ല ഉണ്ടോ? ഹലോ കഴിക്കാൻ ഒന്നുമില്ല. എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം ഇനി. ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്നാൽ എത്രയും പെട്ടെന്ന് എന്നിട്ട് ചോറും കറികളും അതിൻ്റെ അനുസരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി. ഭയങ്കര വിശപ്പ്. ഇച്ചിരി തന്നെ വിശപ്പ് സഹിക്കാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഉണ്ടാക്കണുള്ളൂ. വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടല്ല. ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടിക്കുന്ന കോളും എല്ലാം വന്ന് ഇതെല്ലാം ഇട്ടഴിഞ്ഞ് പോകുമ്പോൾ ഗ്യാസ് നഷ്ടം, ധനനഷ്ടം, മാനസിക വിഷമം അതുകൊണ്ടാക്കില്ലേ? അത് ഞെട്ടിക്കുന്ന എന്ത് വർത്താനം പറയാൻ ആശുപത്രിയിൽ നിന്ന്? ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന അമ്മ, 89 വയസ്സ്. ആലോചിച്ച് നോക്ക്. ഇതെടുത്ത് ഞാൻ തനിയെ പൊടിക്കും. വേണ്ട അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ. എന്തായാലും കലാമച്ചമ്മ ഒന്ന് വിളിച്ചു പോരാ. അവിടുത്തെ അവസ്ഥ എന്താണ് അത് ചോദിക്കാമല്ലോ. തോന്നിയ ദിവസം പറഞ്ഞു പഠിക്കുന്നു. ക്ലീറ്റോനെ വിളിക്കാം. അത് പിന്നെ ഔട്ട് ഓഫ് കവറേജ് ആണ് ഇന്നും. ഒന്ന് വിളിച്ചാലോ, ഒരാവശ്യത്തിന് വിളിച്ചാൽ ക്ലീറ്റോനെ കിട്ടൂല. എടാ കനക, എന്താ എവിടെ ആണോ? പിന്നെ എന്തിനാ സ്കാൻ ചെയ്യണേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടറോട് പറ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയാന്ന് പറ. ചിലപ്പോൾ അതായിരിക്കും. ശരി എന്നാൽ ശരിയടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലേ? എന്ത് പ്രതീക്ഷ? അല്ല, സുഖമായി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു നല്ല ക്ഷീണമുണ്ട്, അപ്പോൾ 2 ദിവസം കിടന്നിട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ സ്റ്റോൺ ഉണ്ടാവും, അതായിരിക്കും ഈ വയറുവേദന എടുക്കണേന്ന്. അപ്പൊ ചെയ്യാൻ വേണ്ടി ചോദിച്ചില്ലേ? അയ്യോ, അത് ചോദിച്ചില്ല. കണ്ടോ, ഇപ്പൊ റൊണാൾഡോന്റെ വില മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിക്കണം. ചെല്ലണമെന്ന് പേര് അതല്ലെങ്കിലും ഞാൻ ചോദിക്കും. ഹലോ, ഇവനെന്താ പെട്ടെന്ന്? എടാ, ഇതെന്തിനിങ്ങനെ ചീത്ത പറയണേ? എന്തിനാണ്?
24 മണിക്കൂർ നിന്നെ ഞാൻ വിളിച്ചോ? ഞാൻ ഇപ്പം അങ്ങ് വിളിച്ചല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നെ, അന്നേരം അമ്മയുടെ അടുത്തോട്ട് വരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. അത് അന്ന് വെച്ചിട്ട് പോ. നിനക്ക് വിളിക്കാൻ നടക്കണ എന്നെ വേണം പറയാൻ. ചൂടായോ? വെറുതെ കിടന്ന് ചാടിക്കടിക്കുന്നു. വിളിച്ചാ ഇങ്ങനെ 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കണേ. ഇവിടെ ഒരാവശ്യത്തിന് നിൽക്കുമല്ലേ, നിന്റെ ഫോൺ വിളിച്ചോണ്ട് നിൽക്കാനാണ് ഇവിടെ നേരമൊന്ന്. സ്വന്തം പോക്കറ്റും സ്കാനിങ്ങിനുള്ള പൈസ അടച്ചെൻ്റെ ബേബി നിൽക്കുമ്പോഴാണ് വിളിച്ചിട്ട് ഞാൻ വരണോ കനകാന്ന് നോക്കുമ്പോൾ ദേഷ്യം വന്ന് കാണും. സ്വാഭാവികം. ഒരു ഗ്ലാസ്സിൽ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അല്പം പഞ്ചസാര ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു മിശ്രിതം കിട്ടും. ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ലതാണ്. ഒരു ഗ്ലാസ് കിട്ടുമോ? ഒരു ഗ്ലാസ് കിട്ടുമോ? എനിക്കൊരു ഗ്ലാസ് കിട്ടുമെന്ന് വെച്ചപ്പോൾ എനിക്കൊരു ഗ്ലാസ് കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ തൊള്ളേ കൂടി നാരങ്ങ എന്ന് പറഞ്ഞ മിശ്രിതം ഇറങ്ങൂലേ? അയ്യോ, എല്ലാവർക്കും അങ്ങ് കയ്യിൽ അങ്ങ് എടുത്ത് അങ്ങ് കൊണ്ട് കൊടുക്കണം. ഇല്ലേന്റി എന്തോ അമ്മമ്മയുടെ കാര്യം എന്തോ എല്ലാം അറിഞ്ഞാ? പിന്നെ ഞാൻ വിളിച്ചില്ലടാ. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് വേണ്ടേ ഒന്ന് വിളിക്കുന്നത്. നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ വിളിക്കാം. ഇല്ല, വേണ്ട വേണ്ട, നീ വിളിക്കണ്ട. അതെന്ത്? ഞാൻ തന്നെ വിളിച്ചോളാം. ഞാൻ വിളിച്ചാലും ഓക്കെ അല്ലേ? വേണ്ട. അല്ലെ പിന്നെ ഏട്ടൻ എൻ്റെ അടുത്ത് ചാടിക്കടിക്കാൻ വരും. അമ്മേനെ കൊണ്ടുപോയിട്ട് ഞാനൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയും. ഞാൻ വിളിച്ചോളാം. ഞാൻ അതും കൂടെ കേൾക്കാൻ വയ്യ. ഹലോ, ആ ഏട്ടാ. അല്ല അമ്മ, അല്ല അയ്യോ ഇല്ല, വെച്ചേക്കാം. ശരി. എൻ്റെ പൊന്നോ, എന്തുപറ്റി? ചാടി കടിക്കാൻ വരുന്നു. എന്താന്നറിയാമല്ലോ, എന്തോ തിരക്കിൽ നിൽക്കാൻ തോന്നുന്നു. ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി അന്വേഷിക്കാൻ. ഒരു കാര്യമില്ലാതെ ഏട്ടൻ ചാടിക്കൊണ്ടിരിക്കും. ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ എന്തോ ഉള്ളത്? അതാ ഞാൻ വിളിക്കാഞ്ഞത്. ഇനിയിപ്പോ അമ്മമ്മക്ക് വല്ല ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരിക്കൂ? അല്ല, ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അങ്ങനെ വല്ല ആയിരിക്കോ? അല്ല, ചിലപ്പോ ആണെങ്കിലോ, പറയാൻ പറ്റില്ല. അയ്യോ, ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി അന്വേഷിക്കാന്നാ? നമുക്ക് പോയി അന്വേഷിക്കില്ല. അല്ല, നമുക്ക് അന്വേഷിക്കാമല്ലോ, കുഴപ്പമില്ല. പേടിയാണ്. എന്തുപറ്റി? അയ്യോ, നീ അതാണ് ഏട്ടൻ കട്ട് ചെയ്ത് കളഞ്ഞത്? അല്ല, അതാ ചോദിച്ചത്. നമുക്ക് പോയി എന്നാ ചോദിക്കാന്നാ? വാ. എന്റെ ശരീരമൊക്കെ വല്ലാതാവുന്നടാ. വല്ല കുഴപ്പമുണ്ടാവോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? വേണ്ട. ഓക്കെയാണ്. ആ, ആന്റി അരി കഴുകുവാണോ? അല്ല, സർക്കസ് കളിക്കുന്നു. അതല്ല, ലില്ലാന്റിക്ക് പെട്ടെന്ന് മേലെ കുഴഞ്ഞിട്ട് വയ്യാണ്ടായി, അപ്പൊ അതുകൊണ്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ നീ എന്തിനാ നടന്നും കൂടെ വന്ന്? ഞാൻ അങ്ങോട്ട് വരൂലേ, വിളിച്ചാ പോരെ? ഇല്ല, പെട്ടെന്നൊരു വല്ലായ്മ. അമ്മയുടെ കാര്യം ഓർത്തിട്ടാ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അല്ല, അതല്ല, കനകങ്ങള് ഇതിനെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, കനകങ്ങള് ഞങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ കനകങ്ങളുടെ സംസാരത്തിന് ഒരു പന്തികേട്, അതുകൊണ്ട്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അല്ല, അയ്യോ, അതല്ല ഞാൻ വിളിച്ചപ്പോ കനകങ്ങള് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് വെച്ചു. അതാ ഞാൻ പറഞ്ഞു. ഞാൻ അതാ ഉദ്ദേശിച്ചത്. ദേഷ്യപ്പെട്ടുന്നോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞില്ല. അതിപ്പോ ഞാൻ വിളിച്ചപ്പോഴും ദേഷ്യപ്പെട്ടവൻ. അങ്ങനെ എന്തോ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നോ, ബില്ലിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവിടെ അവരോട് തല്ലു പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അതിപ്പോ ഫോണിൽ കൂടെ തള്ളാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പൊ അതല്ല, ഈ കനകങ്ങള് നിങ്ങൾ രണ്ടുപേരും മാറി വിളിച്ചിട്ട് ഈ ബില്ലടിക്കൽ തന്നെയാണ്. ഇത്രയും ബില്ലടിക്കാൻ തോന്നുന്നു. അതാ പറഞ്ഞത്, അവിടെ എന്തോ ബില്ലിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നോ. അതല്ലേ ചേച്ചി, വേറെന്തോ ഉണ്ടെന്ന് തോന്നണ്. എന്നോട് പറഞ്ഞ് ചേച്ചിയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്കാൻ? എന്താ? ആരുടെ? എന്ത്? അമ്മയുടെ കാര്യം. അമ്മയുടെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്തോ അമ്മയ്ക്ക് വയറുവേദന ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് പോകാം, ചിലപ്പോൾ സ്റ്റോണിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, ക്ഷീണമൊക്കെ അല്ലേ, ട്രിപ്പൊക്കെ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഏട്ടൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാനങ്ങ് പേടിച്ചു. അയ്യോ, തങ്കുഞ്ഞൊട്ടത്തേക്ക് എന്തോ സംഭവിച്ചു. ഞാൻ കരഞ്ഞായിട്ട് വന്നതാ. അല്ല, കരഞ്ഞത് ഞാൻ കേട്ടു. അന്നേരം ഒരുങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഒരുങ്ങിട്ടിറങ്ങി വരാം. പശുവിന് ചത്ത് മോരിലെ പുളിയും പോയി. എന്താ പ്രശ്നമാണ്? ഇത് ഒരുങ്ങി കെട്ടിയോടെ പോണ കൊടുങ്ങാവിളേക്ക് പോണാ. സുപ്രസിദ്ധ സിനിമാ നടി റോണി മോളെ കാണാൻ. റോണി മോളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പ്രശസ്ത സിനിമാ നടി റോണി മോൾ. ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. നോട്ടീസിനകത്ത് കണ്ടു. എവിടെ വരുന്ന ഫാസ്റ്റ്. അപ്പൊ ഇന്ന് പത്രത്തിനകത്ത് നോട്ടീസ് ഒന്നും വായിച്ചില്ലേ? പത്രം തന്നെ കണ്ടിട്ടില്ലേ? നമ്മുടെ ജംഗ്ഷനിൽ തുണിക്കട ഉദ്ഘാടനത്തിനായി പ്രശസ്ത സിനിമാ നടി റോണി മോൾ വരുന്നു. 500 രൂപയുടെ ചുരിദാറുകൾ 160 രൂപയ്ക്കും 200 രൂപയുടെ മാക്സി 99 രൂപയ്ക്കും ഉദ്ഘാടന ദിവസം കൊടുക്കപ്പെടുന്നു. നമ്മളറിഞ്ഞില്ലല്ലോ. എവിടെയാണ് നോട്ടീസ് ഒന്ന് കാണിച്ചത്? നോട്ടീസ് അവിടെ കണ്ട് കിടക്കുന്നുണ്ട്.
ഇങ്ങോട്ട് എടുത്തിട്ട് പോടാ. അത് അവിടെ കണ്ട് കിടപ്പുണ്ട്. ഉദ്ഘാടന ദിവസം പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓഫറുണ്ട്. കുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ വിലക്കിഴിവിൽ. അയ്യോ ഒന്ന് നോക്കണമല്ലോ. ഓക്കെ, ആ നോട്ടീസ് ഒന്ന് നോക്കി അവിടെ എവിടെയെങ്കിലും വെക്ക്. എന്റെ ലില്ലിപ്പനാവും നോക്ക്. ഞാൻ റോണി മോളെ ഒന്ന് കാണട്ടെ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണാതെ കൊച്ചിനെ വിടാൻ പറ്റും. റോഡി മുളകാരാണ്. നീ പോണ കാണാൻ? പിന്നെ എനിക്ക് വേറെ പണിയില്ല. നീ പോയി നോക്കി എടുക്കടി നോട്ടീസ്. എവിടെയാ വെച്ചേക്കുന്നത്? ഏതാ പെണ്ണെന്നറിയാലോ. നല്ല വേണമെങ്കിൽ നമുക്കൊന്ന് പോയി കാണായിരുന്നു. ഞാനും വരാടി വെച്ചേ. വാ ചേച്ചി. കിട്ടി ചേച്ചി. അയ്യോ സോറി, ഇതല്ല. അല്ലേ, ഇത് വേറെന്തോ ട്യൂഷൻ സെന്ററിന്റെ. ഞാൻ അകത്തൊന്ന് പോയി നോക്കിക്കേ. എവിടെ പോയിന്നാവോ പിന്നെ അത് പുറത്ത് വന്നത്. ഇവിടെയെങ്കിലും ഇല്ല ചേച്ചി. എടി തേടി കിട്ടി. കിട്ടിയാ? ഓ വിമാനം ഉണ്ടാക്കി. ചുരിദാറിന് 699 രൂപയുടെ ചുരിദാറിന് 299. എന്റെ അമ്മ, നല്ല വിലക്കുറവല്ലേ? സാരി നോക്കി നൈറ്റി നോക്കി. അവൻ പറഞ്ഞ ശരിയാ. 200 രൂപയുടെ നൈറ്റ് 90 രൂപ. 90 രൂപ. പിന്നെ സാരി 700 രൂപയുടെ സാരിക്ക് 300 രൂപ. ഭയങ്കര ലാഭമാണല്ലോ ചേച്ചി. നോക്കിയ ഉദ്ഘാടന ദിവസം മാത്രമേ ഉള്ളൂ ഓഫർ. ഇന്നാണല്ലോ. ഫസ്റ്റ് അമ്മ ആശുപത്രി കിടക്കുമ്പോ നമ്മളെങ്ങനെ പോകണം? അമ്മയ്ക്ക് അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും എന്ത് കുഴപ്പം? അമ്മ ഇന്ന് വല്ല സീരിയസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് മനസ്സ് വരൂല്ലോ. ഇതിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെ മകക്ക് കുഴപ്പമില്ലെങ്കിൽ മരുമക്ക് ഒരു കുഴപ്പമില്ല. എടി മകക്ക് കുഴപ്പമില്ല എന്നാ അമ്മയ്ക്ക് അങ്ങനെ വലിയ അസുഖമൊന്നും ഇല്ലെന്ന്. നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകാം. ഊണ് കഴിച്ചിട്ട് പോകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഉദ്ഘാടന ദിവസം കട നേരത്തെ അടച്ചാലോ? അങ്ങനെ അടയ്ക്കൊന്നുമില്ല. ആൾക്കാരെല്ലാം കൂടി തള്ളിക്കറി സ്റ്റോക്ക് തീർന്നിട്ട് അടയ്ക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഈ തുണിയുടെ ആദായ വിൽപ്പന നിൽക്കുമ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടി അരച്ചങ്ങ് കയറും. വെറുതെ തുണി കൊടുക്കണം വിചാരം. നമ്മളും അങ്ങനെ തന്നെയാ നിൽക്കുന്നത്, ഇറച്ചി കയറാനായിട്ട്. നമ്മളങ്ങനെ പോവാറില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ അല്ലേ പോവുള്ളൂ. ഇതിപ്പോൾ അടുത്തായതുകൊണ്ടല്ലേ. പിന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മൾ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് നീ ഇങ്ങോട്ട് പോര്, ഞാൻ അങ്ങോട്ട് പോവാം ആശുപത്രിയിലോട്ട്. അതെന്തിനാ അങ്ങോട്ട് ആരും ചെല്ലണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അതൊക്കെ ഇപ്പം പറയണതല്ലേ, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ വിധം മാറും. തന്നെ രാത്രി അമ്മയ്ക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ ഞാനുള്ളതാണ് നല്ലത്. ചേച്ചി ഒന്ന് ഞാനിങ്ങോട്ട് പോന്നോളാം. കൊച്ചിനെ നീ നോക്കിയാൽ മതി. ഏട്ടാ. കഞ്ഞി പപ്പടോ? അപ്പം നിങ്ങളെന്ത് കഴിക്കും? ശരി ശരി, കുഴപ്പമൊന്നുമില്ലല്ലേ ഇപ്പം? ശരി എന്നാ കൊണ്ടുവരാം. ലില്ലിയേ, എടി നിന്റെ കറുത്ത സാരി എന്നേടാ, അതെടുത്തോണ്ട് പോകായിരുന്നു. സാരിയൊക്കെ കൊടുക്കാൻ വരട്ടെ. കഞ്ഞിയും പപ്പടമൊക്കെ ഉണ്ടാക്കണം. കഞ്ഞിയായിട്ട് ചെല്ലണമെന്ന് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവൾ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടൂലേ? അത് വേണ്ടാന്ന്. അവരുടെ രണ്ടും പുറത്തുനിന്ന് കഴിച്ചോളാം. അല്ലെങ്കിൽ നമ്മൾ ചോറും കൂടെ പൊതി കെട്ടി കൊണ്ടുപോണ്ടി വന്നേനെ. അയ്യോ, അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോകാമെന്ന് വിചാരിച്ചു നിന്നല്ലേ ഉദ്ഘാടനത്തിൻ്റെ. ഞാൻ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് സാരി തരാൻ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാന്നാ, സാരി എടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത വിശക്കുമല്ലേ അമ്മയ്ക്ക്. അല്ലെങ്കിൽ ഒരു പണിയാം, നമുക്ക് കഞ്ഞി കൊണ്ട് കൊടുത്തിട്ട് നേരെ പോവാം. അത് വേണ്ട, എനിക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വന്നാലും എനിക്ക് വരാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യും? ആരാ? അച്ചാച്ചൻ. എന്താ അച്ചാച്ചാ? ചേച്ചിയാ? ഇവിടെ ഉണ്ട്. ഫോൺ എടുക്കാതെ വന്ന അതുകൊണ്ടാ. ഞാൻ എന്താ കൊടുക്കാം. റൊണാൾഡേ, ചോറല്ല കഞ്ഞി. നിനക്ക് വേണോ വേണ്ടയോ എന്നുള്ളതല്ല, നീ ഇങ്ങ് വന്നേ. വേറൊരു കാര്യമുണ്ട്. എത്താറായാ? ശരി. നമുക്കൊരു കാര്യം ചെയ്യാം, റൊണാൾഡിൻ്റെ കയ്യിൽ കൊടുത്തു വിടാം. കൊടുക്കോ കൊണ്ട്? അത് നമുക്ക് കുടിപ്പിക്കാം. ഞാൻ എന്നാ പോയി കഞ്ഞി വെക്കട്ടെ. ചേച്ചി കഞ്ഞി വെക്കണ്ട, ഞാൻ കഞ്ഞി വെക്കാം. ചേച്ചി പപ്പടവും ചമ്മന്തിയും ഉണ്ടാക്കുക. എന്നാ ശരി. നല്ല സമയം. എന്താ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു? അതെ, അമ്മയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടുപോകണം ആശുപത്രിയിൽ. ആണോ? അമ്മയ്ക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊണ്ടുള്ള ശക്തി എനിക്ക് വേണമെങ്കിൽ എനിക്ക് ചോറ് കഴിക്കണം. ഇതൊന്നും കഴിച്ചോണ്ടാ. നീ മറ്റേ സിനിമ കണ്ടോ? എന്താ റോണി മോളോ? റോണി മോള് ചെന്നപ്പോഴത്തേനും റോണി മോള് ഉൾക്കാടിച്ചിട്ട് കളഞ്ഞു. അയ്യ, നീ കണ്ടില്ലേ? ഇല്ല, ഭയങ്കര ജനമായിരുന്നു പറഞ്ഞിട്ട്. തിരക്കുണ്ടോ? അയ്യോ,
പെണ്ണുങ്ങളും പിള്ളേരും കട കിടന്ന് തിക്കി തിരക്കുക. ആണല്ലേ? നീ ഇത് സാധനങ്ങൾ ഫ്രീ ഇത് വില കുറവായതുകൊണ്ടല്ലേ? എല്ലാ പെണ്ണുങ്ങളും കയറി ഇറങ്ങും. നീ കടയിൽ ഉള്ളിൽ കയറിയോ? കടയ്ക്കകത്തായിട്ട് കയറിയില്ല. സെക്യൂരിറ്റിയോടും മറ്റേ ബൗൺസർമാരൊക്കെ ഇങ്ങനെ ജിമ്മന്മാരൊക്കെ നിൽക്കില്ലേ, എൻ്റെ അടുത്ത് വല്ല മേടിക്കുന്നത് അമൃതൊന്നുമില്ല, താങ്കി പോകാൻ പറഞ്ഞു. ഉച്ചയാകുമ്പോൾ തിരക്ക് കുറയായിരിക്കും അല്ലേ? ഇന്നെന്തായാലും ഫുള്ള് തിരക്ക് കാണും. വിശക്കുന്നു. ഇപ്പം തരാം. കറി കയറാൻ ഒരു മുട്ട ഓംലേറ്റ് അടിച്ചോ? നീ ഒന്ന് പൊയ്ക്കാട് ഇറക്കാം. ഒരു ഉണക്കമീൻ ഉണ്ട്, അത് മതിയാ? ആ ഈ ഡ്രസ്സ് മതിയാടാ? ഹോസ്പിറ്റലിൽ പോകാൻ ഇത്ര ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യം ആ തുണിക്കടയിൽ പോകും. റൊണാൾഡോ അച്ഛൻ പറഞ്ഞില്ലേ ഇന്ന് ഉദ്ഘാടനമാണ്, ടെക്സ്റ്റൈൽ അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഹോസ്പിറ്റലിലോട്ട് പോകത്തുള്ളൂ. പോവാ, ഈ പൈസ അതിനകത്ത് വെച്ചേക്ക്, ഞാൻ പേഴ്സ് എടുത്തില്ല. എത്ര ഉണ്ട്? 1000? 1000 അല്ല, 2000 ഉണ്ട്. എൻ്റെ ഇല്ല, 1000 രൂപയുള്ളൂ, അത്രയൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാം സെറ്റല്ലേ? പോയിട്ട് വരാം കേട്ടാ. പിന്നെ മുത്തിപ്പ ട്യൂഷൻ കഴിഞ്ഞ് വരും, കൊച്ചിനെ അവള് നോക്കിക്കോളും, ഉറങ്ങല്ലേ. അതുപോലെ ഞാൻ തുണി എടുത്തു കഴിഞ്ഞിട്ട് നേരെ ആശുപത്രിയിലോട്ട് പോകും. അപ്പൊ ഇത് ക്ലീറ്റോ വരും. എന്തെങ്കിലും വേണമെങ്കിൽ അന്നേരം ക്ലീറ്റോനോട് പറയണം കഴിക്കാൻ കേട്ടാ. നീ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ വാതിലടച്ചേക്കണേ. പോയിട്ട് വരാം. പോയിട്ട് വരാവേ. കളിക്ക്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാ ഞങ്ങൾ വെക്ക്, ബാക്കി ഞാൻ വെക്കാണ്ടല്ലോ. നല്ല റോണോബ്രോ എന്തോ പരിപാടി കാണിച്ച്. ഈ സത്യാവസ്ഥ അറിയാമെങ്കിൽ തങ്കൻ്റെ ചോദിക്കുമ്പോൾ ഉള്ളതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അതിപ്പോൾ ഇങ്ങനെ ഒരു വയ്യാവേലിയാവുമെന്ന് ഞാനറിഞ്ഞു. ഞാൻ റോണി മോളെ കാണാൻ പോകുന്ന ഉണുത്തൊരുക്കി വലിയ ചാടയ്ക്ക് പോയതില്ലേ, പോയിട്ട് റോണി മോളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇന്ന് പിന്നെ അവർ രണ്ടുകൂടെ എന്നെ കളിയാക്കും. അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വഴി പറഞ്ഞത്. അത് ഇത്ര ഭീകരമാവുന്ന അറിഞ്ഞില്ല. കളി വരുമ്പോൾ പൊതിഞ്ഞുകൊണ്ട് വരും. മേടിച്ചു. എന്താ മേടിക്കാൻ? അല്ല, പലഹാരം. ചിത്തമന് അങ്ങനെ പറയരുത്. എനിക്ക് അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ പേടിക്കുന്നത്? ഒരാൾ എൻ്റെ പെങ്ങളും ഒരാൾ എൻ്റെ ചേട്ടത്തി, അവരെ ഞാൻ പേടിക്കണോ? വേണ്ട. ഞാനൊരു പുരുഷനാണ്, ആത്മാഭിമാനമുള്ള പുരുഷൻ. അവർ കൂടി എന്നാ ചാടി നമ്മൾ മൈൻഡ് ചെയ്യായിരുന്ന പോലെ. അപ്പുറം ഇത് സത്യം പറഞ്ഞ ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് എന്നെ ഉള്ളാരല്ല പേടിയാ. ഓടുന്നു അടച്ചേച്ചി. തുറക്കടാ, തുറക്കടാ. ഇല്ല, എന്ത് നീ തുറക്ക്. കാര്യം പറ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. നിനക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ നിനക്ക്? നീ എന്തിനാ ഞങ്ങളെ കണ്ട് ഓടി കഥ ഇത് അടച്ചത്? എന്തിനാ? നമുക്ക് പുറത്തുനിന്ന് ഒന്നിച്ചിടാം ഗ്രീസ്. എന്തിനാ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞത്? ഇവനെന്താണ് നിന്നോട് പറഞ്ഞോണ്ടിരുന്നത്? ഇവനെന്താ നിന്നോട് പറഞ്ഞോണ്ടിരുന്നത്? കളിക്കുന്ന കാര്യം സുഡോക്ക് കളിക്കുന്ന ഇല്ല, ഇന്ന് ടെക്സ്റ്റൈൽ ഇനോഗ്രേഷൻ ഒന്നും ഇല്ല. 2 ആഴ്ച മുന്നേ. നിന്നെ ഈ നേരം ഇല്ലാത്ത നേരത്ത് ഞങ്ങൾ രണ്ടും ഒരുങ്ങി കടയിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ? അതിപ്പോ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞു, പെട്ടെന്ന് ഒരുങ്ങി കെട്ടിപ്പോ ഞാൻ പറഞ്ഞോ നിന്നോട് ഞാൻ എടുത്ത് ചോദിച്ചു അവിടെ ഇന്ന് നീ കണ്ടോ? ചോദിച്ചു. അപ്പൊ ഇവൻ എന്താ എന്നോട് പറഞ്ഞെന്നറിയോ? കണ്ടു. അപ്പൊ അവളെ കണ്ടില്ല, പക്ഷെ ഭയങ്കര ആളായിരുന്നു. ഇന്ന് നിറച്ച ആൾ പെണ്ണുങ്ങളാണ്. നീ ഇങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങ. ഞാൻ വരാം. നിങ്ങൾ മാരകായതോട്ട് മാറി വയറിങ്ങോ മാറ്റി ചേച്ചി. പക്ഷെ ഇതിന് ഞാൻ നിനക്ക് തന്നിട്ടേ ഞാൻ വിടുള്ളൂ നിന്നെ. ഇറങ്ങ, നീ വാ. ഇറങ്ങ. ഇതിന് നീ എന്താ ഉദ്ദേശിച്ചത്? നീ 2 ആഴ്ചക്ക് മുമ്പുള്ള നോട്ടീസാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഡേറ്റ് നോക്കിയില്ല. അതെന്റെ ഭാഗത്തുള്ള തെറ്റാണ്. നീ പോയിട്ട് ആ സാധനം അവിടെ ഉണ്ടായില്ലല്ലോ, പിന്നെ നീ അത് ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാന്ന്? അതാ റോണി മോളെ കാണാൻ പറ്റാത്തുള്ള ചമ്മല് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനോ ഡേറ്റ് നോക്കിയില്ല. താങ്കൾ നോട്ടീസ് വിവരിച്ച് നോക്കിയാണല്ലോ. എന്താ ഡേറ്റ് നോക്കാൻ? ഞങ്ങൾ ആ ഓഫർ മാത്രമേ നോക്കിയുള്ളൂ. തന്നെ ഇവൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കടയോടെ ഉണ്ടല്ലോ, ഓഫർ മാത്രം. നീ എന്തിനത് ചെയ്തത്? കഴിഞ്ഞ ആഴ്ച 2 പെണ്ണുങ്ങളോട് 50 രൂപ ഞാൻ വാവിട്ട് കാല് പിടിച്ച് ചോദിച്ചു, തന്നോ? അങ്ങനെ ഞാൻ എന്താ പറഞ്ഞേ? മൂക്കനെ ചവിട്ടി നോവിച്ചു. അതിനുള്ള പണി, അതിനുള്ള എഷ്ടിന്റെ പണി. നിങ്ങളുടെ സുഹൃത്തം നിങ്ങളുടെ കെട്ടിയന്മാരെടുത്തു മതി. ഇത് മുതൽ കൊടങ്ങാവളെന്നാ. റൊണാൾഡോയോട് കളി വേണ്ട മക്കളെ.
മടലും കൊണ്ട് പെണ്ണുമ്പോൾ വന്നേക്കുന്നത്. Aliens.